കായിക രംഗത്തെ നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് ശൈശവാവസ്ഥയിലാണെങ്കിലും വിവാദങ്ങൾ പലപ്പോഴും ദിശാസൂചകങ്ങളാകാറുണ്ട്. PU ചിത്ര വിവാദം പുറത്തുവന്നതോടെ കായിക സമിതികളിലുള്ളവരുടെ ഭിന്നതാൽപര്യങ്ങൾ ധാർമ്മികമായി ശരിയല്ലെന്ന വാദം സജീവമായി. പുല്ലേല ഗോപിചന്ദ്, PT ഉഷ തുടങ്ങി കേന്ദ്ര സമിതികളിലെ പല അംഗങ്ങളും ഭിന്ന താൽപര്യക്കാരുടെ പട്ടികയിലുണ്ട്. കോഴിക്കോട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് ഉടമയായ PT ഉഷ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ സെലക്ഷൻ സമിതിയിൽ കേന്ദ്ര നിരീക്ഷകയാണ്. മറ്റൊരു സമിതി അംഗമായ അഞ്ജു ബോബി ജോർജ് ആകട്ടെ സ്വന്തം അക്കാദമിയുടെ പണിപ്പുരയിൽ. ഹൈദരാബാദിൽ ബാഡ്മിൻ്റൺ അക്കാദമി നടത്തുന്ന പുല്ലേല ഗോപിചന്ദാണ് ഇന്ത്യൻ ബാഡ്മിൻ്റൺ ടീമിൻ്റെ മുഖ്യ പരിശീലകൻ. ഇത്തരത്തിൽ നിരവധി പേർ ഒരേ സമയം കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള സ്വന്തം സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും കേന്ദ്ര സമിതി അംഗങ്ങളുമായി തുടരുന്നു. സെലക്ഷൻ സമിതികളിലെ ഭിന്നതാൽപര്യക്കാരുടെ ഇടപെടലുകൾ കായിക താരങ്ങൾക്ക് അവസരം നിഷേധിക്കാനോ അംഗീകാരം ലഭിക്കാനോ നിർണായകമാകുന്നത് തെറ്റായ പ്രവണതയാണെന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ രഞ്ജിത്ത് മാരാർ ചൂണ്ടിക്കാട്ടുന്നു. സ്പോർട്സ് ഒരു കരിയറായിട്ട് തന്നെ ആൾക്കാർ കാണാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതും ഒരു ഓപ്പർച്യൂണിറ്റി ഈക്വാലിറ്റി ബേസിസിൽ വരണമെന്ന് കാണുമ്പോൾ അതിനെ ലോ കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടി വരും, കൺട്രോൾ ചെയ്യേണ്ടി വരും. ചെന്നൈ സൂപ്പർ കിങ്സ് ഉടമയെന്ന നിലയിലാണ് ഭിന്നതാൽപര്യം മുൻനിർത്തി N ശ്രീനിവാസന്റെ BCCI അധ്യക്ഷ സ്ഥാനം സുപ്രീം കോടതി റദ്ദാക്കിയത്. BCCI കേസിലെ ഉത്തരവ് സൂചകമാണെങ്കിലും ഫെഡറേഷനുകളിൽ ഇത്തരക്കാർ നിർബാധം തുടരുകയാണ്. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.